വളരെ തൊട്ടടുത്ത് തന്നെ ഇപ്പോൾ വീണ്ടും ആനയുടെ അടുത്തേക്ക് എത്തിയ ആളുകളെ ഇപ്പോൾ വീണ്ടും ഓടിക്കാനുള്ള ശ്രമമാണ്. ആ സമയത്ത് ആന മറ്റുള്ളവരെ ഓടിക്കുന്ന സമയത്ത് മറുഭാഗത്തുകൂടി ആനയുടെ കാലിൽ കുരുക്കിടാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇതിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു കയറുപയോഗിച്ച് ആനയുടെ ഒരു കാലിൽ കുരുക്കിടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ ആനയെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിറകിലെ രണ്ട് കാലുകളും പൂർണ്ണമായും തന്നെ കയറുകൊണ്ടോ മറ്റെന്തെങ്കിലും കൊണ്ടോ ബന്ധിപ്പിച്ച് ആനയ്ക്ക് പൊട്ടിക്കാൻ കഴിയാത്ത രീതിയിൽ ആനയെ അവിടെ തളക്കേണ്ടിയിരിക്കുന്നു. ആ ഒരു ദൗത്യമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ആന നേരത്തെ നിന്ന അതേ സ്ഥാനത്ത് തന്നെ നിന്ന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ആനയുടെ ഭാഗത്തേക്ക് എത്താൻ കഴിയുന്നില്ല. പല ഭാഗത്തു നിന്നും ആളുകൾ ഈ കയറും മറ്റും ഉപയോഗിച്ച് ഇത്തരത്തിൽ ആനയുടെ കാലിൽ കുരുക്കിടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് ഇതുവരെ പൂർണ്ണമായും വിജയം കണ്ടിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. എന്തായാലും ഈ ആന ഏതാണ്ട് 1.5 മണിക്കൂറോളമായി ഭീതി വിതക്കുന്നുണ്ട്. അവിടെ ഒരു ക്ഷേത്രമുറ്റത്താണ്, ജനവാസ മേഖലയാണ്. ഇപ്പോൾ വീണ്ടും ആനയുടെ കാലിൽ കുരുക്കിടാൻ ശ്രമിച്ച ആളുകളെ ആന ഇത്തരത്തിൽ തിരിഞ്ഞു വന്ന് ഓടിക്കുന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. അത്തരത്തിൽ ആനയെ തളക്കാനുള്ള ശ്രമം ഒരു ഭാഗത്ത് തുടരുന്നുണ്ട്. പക്ഷേ ആന അത്തരത്തിൽ വഴങ്ങുന്നില്ല. ആനയുടെ കാലിൽ കുരുക്കിടാനുള്ള എല്ലാ ശ്രമങ്ങളും ആന അതിജീവിക്കുകയാണ്. അത്തരത്തിൽ ആന വലിയ അക്രമാസക്തനായി തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും ചുറ്റും ഉള്ള വളരെ അപകടകരമായ ഒരു കാര്യം കൂടിയാണ് ഈ പാപ്പാന്മാരും അതോടൊപ്പം തന്നെ മറ്റുള്ളവരും ചെയ്യുന്നത്. പ്രത്യേകിച്ച് യാതൊരു നിയന്ത്രണവുമില്ലാതെ ഇത്തരത്തിൽ അക്രമാസക്തനായി നിൽക്കുന്ന ആനയാണ് അവർ തൊട്ടടുത്ത് പോയി ആനയുടെ കാലിൽ കുരുക്കിട്ട് അതിനെ മെരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. പക്ഷേ എത്രയും പെട്ടെന്ന് ആനയെ മെരിക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. ഇപ്പോഴും ആന അവിടെ തന്നെ തുടരുകയാണ്. ഇപ്പോൾ വെളിച്ചം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും ഒരു പ്രതിസന്ധിയാവുന്നുണ്ട്. സ്വാഭാവികമായും സമയം ഏതാണ്ട് 6:30 കഴിഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായും ഇരുട്ടായി കഴിഞ്ഞാൽ ആനയെ നിയന്ത്രിക്കുക കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും. അതിന് മുൻപ് തന്നെ, ഇരുട്ടാകുന്നതിന് മുൻപ് തന്നെ ആനയുടെ കാലിൽ കുരുക്കിട്ട് ആനയെ മെരിക്കുക എന്നുള്ളതാണ്, ആനയെ തളക്കുക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത്. പക്ഷേ ഇപ്പോൾ വീണ്ടും മറുഭാഗത്തേക്ക്, ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തേക്ക് അവിടെ കൂടി ആളുകളെ ഓടിക്കാൻ വേണ്ടി ആന നീങ്ങുന്നു. മീറ്ററുകൾക്കപ്പുറത്തേക്ക് ആന ഓടുന്നില്ല. അത്തരത്തിൽ ആന ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല എന്നതൊഴിച്ചാൽ ആന ഇപ്പോഴും അക്രമാസക്തനായി തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. നേരത്തെ 3 കാറുകൾ അതോടൊപ്പം തന്നെ ആനയെ കൊണ്ടുവന്ന ലോറി, ബൈക്കുകളൊക്കെ തന്നെ ആന തകർത്തിരുന്നു. അത്തരത്തിൽ ആന നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്ത് അത്തരത്തിൽ ആന വലിയ തോതിൽ നടന്ന് ഈ പറയുന്ന ആളുകളെയൊക്കെ തന്നെ ഓടിക്കുകയും അതോടൊപ്പം തന്നെ വാഹനങ്ങൾ തകർക്കുകയുമാണ് ചെയ്തത്. അതിനുശേഷമാണ് ഇപ്പോൾ പലതവണയും നമ്മൾ കണ്ടതാണ് തളയ്ക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ കുതിറി മാറുന്ന ആനയെ നമ്മൾ കണ്ടതാണ്. ക്ഷേത്രത്തിന് ചുറ്റും ഓടുന്നു, ഒപ്പം തൊട്ടടുത്തിരുത്തുന്ന ആളിനെ കൃത്യമായി അത് നിരീക്ഷിക്കുന്നു, അവരെ ഓടിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇടയ്ക്കൊരു സമയത്ത് വെച്ച് ആനയെ അദ്ദേഹത്തേക്ക് വെള്ളം ഒഴിപ്പിച്ച് ഒരു അക്രമാസക്തനായ ആനയെ അത് ശാന്തരാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ശ്രമങ്ങളിലേക്ക് ഇനി കടന്നിട്ട് കാര്യമില്ല എന്നാണോ അവിടെ എലിഫന്റ് സ്ക്വാഡ് ഉൾപ്പെടെ പറയുന്നത്? എന്തായാലും ഈ വലിയ ചൂടുള്ളൊരു കാലാവസ്ഥ കൂടിയാണ്. പരമാവധി തണുത്ത വെള്ളമടക്കം ആനയുടെ ദേഹത്തെ കുഴിച്ച് ആനയെ ശാന്തനാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും തന്നെ വിജയം കണ്ടിട്ടില്ല. ഈ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ തന്നെ ഒരു കുളമുണ്ട്. ആ കുളത്തിൽ നിന്നൊക്കെ തന്നെ വെള്ളമെടുത്ത് ആനയുടെ ദേഹത്തേക്ക് തളിക്കാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ നേരത്തെ നടത്തിയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അതൊന്നും തന്നെ വിജയം കണ്ടിട്ടില്ല. ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് ആനയുടെ കാല് അത്തരത്തിൽ ഏതെങ്കിലും കയറോ അല്ലെങ്കിൽ ആനയ്ക്ക് പൊട്ടിക്കാൻ കഴിയാത്ത രീതിയിൽ കയറോ ചങ്ങലയോ കൊണ്ട് ബന്ധിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ മാത്രമേ ആനയെ തളക്കാൻ കഴിയുകയുള്ളൂ. നിലവിൽ നേരത്തെ കയർ ഉപയോഗിച്ച് പലതവണ ആനയുടെ കാലിൽ കുരുക്കിട്ടെങ്കിൽ പോലും അതൊക്കെ തന്നെ ആന പൊട്ടിച്ചെറിയുകയായിരുന്നു. ഏതാണ്ട് അരമണിക്കൂർ മുമ്പ് ആനയുടെ കാലിൽ കൃത്യമായി തന്നെ കുരുക്ക് വീണിരുന്നു. അത് തൊട്ടടുത്തുള്ള തെങ്ങിനോടടക്കം ഈ കയറ് വലിച്ചു കെട്ടുകയും ചെയ്തിരുന്നു. പക്ഷേ ആന അത് ബലമുപയോഗിച്ച് കയറ് പൊട്ടിക്കുകയും വീണ്ടും അത്തരത്തിൽ സ്വതന്ത്രനായി അക്രമാസക്തനാവുന്ന സാഹചര്യത്തിലേക്ക് മാറുകയുമാണ് ചെയ്തത്. എന്തായാലും ആനയുടെ ചുറ്റുവട്ടത്തും ഇപ്പോൾ പാപ്പാന്മാരുണ്ട്. ആ പാപ്പാന്മാർ പല ഭാഗത്ത് ആനയുടെ ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആനയുടെ കാലിൽ കുരുക്കിടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും തന്നെ വിജയം കണ്ടിട്ടില്ല. ഏതാണ്ട് മറ്റ് പൊതുജനങ്ങളൊക്കെ തന്നെ തൊട്ടടുത്തുള്ള ആ ഭാഗത്തു നിന്നും മാറ്റിയിട്ടുണ്ട്. പക്ഷേ ആന ഏതെങ്കിലും സാഹചര്യവശാൽ ആനയെ തളക്കുന്നത് വൈകിയാൽ സ്വാഭാവികമായും ആന ഈ ക്ഷേത്രത്തിന് കോമ്പൗണ്ടിന് പുറത്തേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആനയെ തളക്കുക കൂടുതൽ ശ്രമകരമാവും. സ്വാഭാവികമായി ഇപ്പോൾ ആന ഒരു സ്ഥലത്ത് നിന്ന് തന്നെ എല്ലാ ഭാഗത്തേക്കും ആന ഇത്തരത്തിൽ തിരിഞ്ഞോടുകയാണ്. ആന ചുറ്റും ആളുകൾ വരുന്നത് ആന തിരിച്ചറിയുന്നുണ്ട്. ആളുകളെ ഓടിക്കാനുള്ള ശ്രമമാണ് ആന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ എല്ലാ ഭാഗത്തേക്കും ആനയുടെ കാലിൽ കുരുക്കിടാൻ വേണ്ടി ആളുകൾ എത്തുമ്പോൾ ആ ആളുകളെ ഓടിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ഇപ്പോഴും ആന അക്രമാസക്തനായി തന്നെ തുടരുകയാണ്. ഇപ്പോൾ പല ഭാഗത്തുകൂടി ആളുകൾ കയറുമായി ആനയുടെ കാലിൽ കുരുക്കിടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും തന്നെ ഇതുവരെ വിജയം കണ്ടിട്ടില്ല. ഇപ്പോൾ 6:45 ആകുന്നു സമയം. കൂടുതൽ ഇരുട്ടായി വരുന്നുണ്ട്. സ്വാഭാവികമായും ആനയെ എത്രയും പെട്ടെന്ന് തളക്കുക എന്നുള്ളതാണ് ലക്ഷ്യം.
എന്തായാലും പക്ഷേ ആന ഇടഞ്ഞ് തന്നെ നിൽക്കുകയാണ്. ഏതാണ്ട് 1.5 മണിക്കൂറിലേറെയായി ഈ ആന ഈ പറയുന്ന ഇടക്കൊച്ചിയിലെ ഈ പറയുന്ന വരിക്കാശ്ശേരി ക്ഷേത്ര പരിസരത്ത് ഇടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഊട്ടോളി മഹാദേവൻ എന്ന് പറയുന്ന ആനയാണ് ഇടഞ്ഞത്. നേരത്തെ ആന ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ ആന ശാന്തനായിരുന്നു എന്നാണ് ഈ പ്രദേശവാസികളൊക്കെ തന്നെ പറയുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിൽ അക്രമാസക്തനാവുകയും കൂടുതൽ അപ്രതീക്ഷിതമായി ഇത്തരത്തിൽ ആളുകളുടെ ഇടയിലേക്ക് ആന അക്രമാസക്തനായി ഇറങ്ങുകയും ചെയ്തത്. അപ്പോഴാണ് കണ്ണിൽ കണ്ട വാഹനങ്ങളൊക്കെ തന്നെ തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 3 കാർ, ബൈക്കുകൾ, ആനയെ കൊണ്ടുവന്ന ലോറി, സൈക്കിൾ എന്നിവയൊക്കെ തന്നെ തകർത്തു. ഇതുവരെ ആളുകൾക്കൊന്നും തന്നെ പരിക്കേറ്റിട്ടില്ല എന്നത് ആശ്വാസകരമാണ്. പക്ഷേ ഇപ്പോഴും ആനയെ തളക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ആശങ്കയും ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും ഊട്ടോളി മഹാദേവൻ എന്ന് പറയുന്ന ആനയാണ് ഇപ്പോൾ ഇടഞ്ഞിരിക്കുന്നത്. ഈ ആനയെ ഇടക്കൊച്ചിയിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പോഴാണ് തൊട്ടടുത്ത് വെച്ച് ആന ഇത്തരത്തിൽ ഇടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. വരിക്കാശ്ശേരി ക്ഷേത്രത്തിൽ വെച്ചാണ് ആന ഇടഞ്ഞത്. ഏതാണ്ട് ഈ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തുള്ള മറ്റൊരു ക്ഷേത്രമാണ് വരിക്കാശ്ശേരി ക്ഷേത്രം. ഈ ഉത്സവത്തിന് കൊണ്ടുവരേണ്ട ആനയെ ആദ്യഘട്ടത്തിൽ ഈ വരിക്കാശ്ശേരി ക്ഷേത്രത്തിൻ്റെ പരിസരത്തേക്ക് കൊണ്ടുവന്ന് ഇവിടെ നിർത്തിയതായിരുന്നു. അപ്പോഴാണ് ആന ഇത്തരത്തിൽ അക്രമാസക്തനായത്. ഏതെങ്കിലും തരത്തിലുള്ള മതപ്പാടുള്ള ആനയാണോ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നതൊക്കെ തന്നെ ഇനി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും സമീപകാലത്ത് പ്രത്യേകിച്ച് കാലാവസ്ഥ വലിയ ചൂടുള്ള ഒരു കാലാവസ്ഥ കൂടി ആയതിനാൽ ഇത്തരത്തിൽ ആനകൾ ഇടയുന്ന ഒരു സാഹചര്യം പല ഭാഗത്തും ഉണ്ടാകുന്നുണ്ട്. എഴുന്നള്ളിക്കാറുള്ള ആനയാണോ? അത്തരത്തിൽ ഈ ക്ഷേത്രോത്സവങ്ങൾക്ക് എഴുന്നള്ളിക്കുന്ന ആന തന്നെയാണ് ഇത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് ഉത്സവത്തിന് വേണ്ടി കൊണ്ടുവന്ന ആന ഈ തിടമ്പേറ്റുന്നതിന് മുൻപ് ആനയെ കുളിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഭാഗത്തേക്ക്, ഈ വരിക്കാശ്ശേരി ക്ഷേത്രത്തിൻ്റെ പരിസരത്തേക്ക് കൊണ്ടുവന്നത്. അപ്പോഴാണ് ആന ഇത്തരത്തിൽ ഇടയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഉടൻ തന്നെ പോലീസും മറ്റും എത്തി ആളുകളൊക്കെ തന്നെ വരിക്കാശ്ശേരി ക്ഷേത്രത്തിൽ ആന ഇടഞ്ഞ ആനയെ തളയ്ക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിരവധി